ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നതാണ്, സാറേ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൈബർ സ്പേസ്, ഇന്റർനെറ്റ്, ഇങ്ങനെയൊക്കെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവല്ലേ. വാട്ട് എവർ ദ ക്വസ്റ്റ്യൻസ് കോഴ്സ് അല്ലെ, എന്ത് ചോദ്യം വന്നാലും നോ ടെൻഷൻ. ഇതാണ് അതിന്റെ മെറിറ്റ്സ്, ഇതാണ് അതിന്റെ ഡിമെറിറ്റ്സ്. പഠിക്കാൻ റെഡിയല്ലേ നിങ്ങൾ? കുറച്ച് പോയിന്റ്സ് ഹൃദയത്തിൽ. ഇത് ഷോർട്ടായിട്ട് വേണോ അതും ഞാൻ തരാട്ടോ, ശ്രദ്ധിക്കണം. ആദ്യം ഇച്ചിരി ലെങ്ത് ആയിട്ട് നോക്കിക്കോളൂ. ഒന്ന് ഇതിന്റെ മെറിറ്റ്സ് എന്താണ്? സോഷ്യൽ മീഡിയന്റെ മെറിറ്റ്സ് എന്താണ്? ഗ്ലോബൽ കണക്ടിവിറ്റി അല്ലെ. ഒന്ന് ഗ്ലോബൽ കണക്ടിവിറ്റി നോക്കൂ. അലോസ് പീപ്പിൾ ടു കണക്ട് വിത്ത് ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ലൈക്ക് മൈൻഡഡ് ഇൻഡിവിജ്വൽസ് അക്രോസ് ദി വേൾഡ്. ഒരേപോലെയുള്ള മൈൻഡുള്ള ആളുകളെ അല്ലെ ലോകം മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കണക്ഷൻ കിട്ടുന്നുള്ളത്. അടുത്തത് ഇൻസ്റ്റന്റ് ഇൻഫർമേഷൻ ആൻഡ് ന്യൂസ്. പെട്ടെന്നുള്ള ന്യൂസും ഇൻഫർമേഷൻ നമുക്ക് കിട്ടൂലേ. പ്രൊവൈഡ്സ് ഒരു സെക്കൻഡ് യെസ്, നമ്മൾ പെട്ടെന്നുള്ള ന്യൂസും എല്ലാം അപ്ഡേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടും കേട്ടോ. കറണ്ട് ഇവന്റ്സും പിന്നെ ട്രെൻഡ്സും എഡ്യൂക്കേഷണൽ റിസോഴ്സും എല്ലാം നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കി തരും. അടുത്തത് ഏതാ? ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഇതിന്റെ മെറിറ്റ് ആട്ടോ, സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടുള്ള മെറിറ്റ് ആണ് ഈ പറയുന്നത് കേട്ടോ. നമുക്ക് അതിലൂടെ നല്ല ബിസിനസ്, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയന്റെ അണ്ടറിലാണ് നമ്മൾ ഈ ബിസിനസ് ഒക്കെ നടത്തുന്നത്. മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് അതൊക്കെ. ഹെൽപ്സ് ബിസിനസ് റീച്ച് എ വൈഡർ ഓഡിയൻസ് ത്രൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡ് പ്രൊമോഷനിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈഡ് ഏരിയയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത്. അടുത്ത എഡ്യൂക്കേഷണൽ ആൻഡ് അവയർനെസ് പ്ലാറ്റ്ഫോംസ് അല്ലേ. ഒരു അവയർനെസ് പ്ലാറ്റ്ഫോം ആണ് എഡ്യൂക്കേഷണൽ ആൻഡ് അവയർനെസ് പ്ലാറ്റ്ഫോം ആണ് എന്ത്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഓഫേഴ്സ് ഫ്രീ ആക്സസ് ടു ലേണിംഗ് മെറ്റീരിയൽസ്, വെബിനാർസ് ആൻഡ് അവയർനെസ് ക്യാമ്പയിൻസ് ഒക്കെ മക്കൾക്ക് ഇതിലൂടെ അവൈലബിൾ ആകുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ വഴി. അടുത്ത് എന്റർടൈൻമെന്റ് ആൻഡ് ക്രിയേറ്റിവിറ്റി അല്ലേ. എന്നൊക്കെ പറഞ്ഞ വ്ളോഗൊക്കെ ചെയ്ത് നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്ന സാധനങ്ങളില്ലേ. എൻകറേജസ് യൂസേഴ്സ് ടു ഷെയർ ക്രിയേറ്റീവ് കോണ്ടന്റ് സച്ച് ആസ് വീഡിയോസ്, മ്യൂസിക് ആൻഡ് ബ്ലോഗ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മെറിറ്റ്സ് ഓഫ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കോളൂ, ഡിമെറിറ്റ്സ് ഓഫ് സോഷ്യൽ മീഡിയ. ഇതിന് ഒരുപാട് ഡിമെറിറ്റ്സ് ഉണ്ട്, നമ്മൾ കാണട്ടോ. ഈ ചോദ്യം ഞാൻ നിങ്ങളോട് പറയാട്ടോ, 100% ഉണ്ടാവും കേട്ടോ. 100% നമുക്ക് ഉറപ്പുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. ഇനി അത് വന്നില്ല, കേട്ടില്ല, കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ. ഞാൻ അത് പഠിപ്പിച്ചില്ല എന്നും പറയരുത്. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇഷ്യൂസ്. ഒരുപാട് പ്രൈവസി സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലുണ്ട്. പേഴ്സണൽ ഡാറ്റ ക്യാൻ ബി മിസ്യൂസ്ഡ്. നമ്മൾ ഒരു പക്ഷേ നമ്മൾ പേഴ്സണൽ ഡാറ്റ എന്ത് ചെയ്യും, മിസ്യൂസ് ചെയ്തേക്കാം. ലീഡിങ് ടു സൈബർ ക്രൈംസ് ഉണ്ടായേക്കാം അല്ലെ. ഐഡന്റിറ്റി തെഫ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഐഡന്റിറ്റിയിലെ ഒന്നായിട്ട് കട്ടെടുത്താണ്ട് ആൾക്കാർ കൊണ്ടേക്കാണ്ട് വേറെ വിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും കേട്ടോ, ശ്രദ്ധിക്കുക. അടുത്തത് ഭീഷണി, ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന ഭീഷണി ഉണ്ടാവും അല്ലെ. ഈ ഇതിൽ ഫോട്ടോ ഇട്ട ആളാണല്ലേ അല്ലെ, മോർഫിംഗ് ഒക്കെ നടത്തിയാണ് നമ്മൾ ഇട്ടുകാണ്ട് ബേജാറാക്കുന്ന ഓരോ പരിപാടികളൊക്കെ ഉണ്ട്. അടുത്ത് മെന്റൽ ആൻഡ് ഹെൽത്ത് കൺസേൺസ്. എക്സസീവ് യൂസ് ക്യാൻ ലീഡ് ടു ആങ്സൈറ്റി. നമ്മൾ ഫുൾ ടൈം ഈ സോഷ്യൽ മീഡിയയിലേക്ക് വെച്ചാൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിലേക്ക് വെച്ചാൽ അല്ലെ, നമുക്ക് ലീഡ് ടു ആങ്സൈറ്റി. നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും, ഡിപ്രഷൻ ഉണ്ടാക്കും, ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കും ഡ്യൂ ടു ഓൺലൈൻ കമ്പാരിസൺസ് അല്ലേ. മാത്രമല്ല ഓൺലൈൻ കമ്പാരിസണിന്റെ കാരണത്താൽ നമുക്ക് ഒരുപാട് അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ ചില പാരൻസ് ഉണ്ടാവും ഭയങ്കര അറ്റാച്ച് ആയിട്ടുള്ള, അപ്പോൾ നമ്മളെ പാരൻസിനോട് വെറുപ്പുണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് അതാണ് മെന്റൽ ആൻഡ് ഹെൽത്ത് കൺസേൺസ് ഒക്കെ അതിലുണ്ടാവുന്നത്. ക്ലിയർ. അടുത്തേതാ? മിസ് ഇൻഫർമേഷൻ ആൻഡ് ഫേക്ക് ന്യൂസ്. ഒരുപാട് ഫേക്ക് ന്യൂസ് ഒക്കെ പോലെ ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പ്രെഡ്സ് ഫാൾസ് ഇൻഫർമേഷൻ ക്വിക്ക്ലി ലീഡിങ് ടു കൺഫ്യൂഷൻ ആൻഡ് പാനിക്. മനുഷ്യന്മാരെ ബേജാറാക്കാൻ വേറെ അധികം വേണോ? ഇപ്പൊ തന്നെ ഞാൻ പറയാട്ടോ, എടാ അടുത്ത മാസം മുതൽ പിന്നെ കോവിഡ് എന്ന് പറയുന്നത് വീണ്ടും വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഇട്ട് പോയാൽ കഴിഞ്ഞ് അല്ലേ. തന്നെ അല്ലെ, ഫുള്ള് ലീവ് വയ്ക്കാറ് അങ്ങനെ ഹാപ്പി ആകുന്ന ആളുകളുണ്ടാവും. തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞെട്ടുന്ന ആളുകളുണ്ടാവും. നെക്സ്റ്റ് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ ഓൺലൈൻ ഹറാസ്മെന്റ്. നമുക്ക് ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു സാധനമാണ് ഓൺലൈൻ ഹറാസ്മെന്റ് എന്ന് പറയുന്നത്. ഇൻക്രീസ് റിസ്ക് ഓഫ് ബുള്ളിങ്, ട്രോളിങ് ഉണ്ടാവും, നെഗറ്റീവ് ഓൺലൈൻ ഇന്ററാക്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ തന്നെ കേട്ടോ. അടുത്ത് അഡിക്ഷൻ ആൻഡ് റെഡ്യൂസ്ഡ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ ഇതിൽ അഡിക്റ്റ് ആയിക്കാണ്ട് നമുക്ക് ഒരുപാട് പ്രൊഡക്ടിവിറ്റി ഉണ്ട്, നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അതൊക്കെ ഇല്ലാണ്ടാക്കും നമ്മൾ അതിൻ്റെ അഡിക്റ്റ് ആയിക്കാണ്ട്. ഞാൻ ഇത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഒറ്റ രീതിയിൽ കാണിച്ചു തരാണെങ്കിൽ നോക്കൂ. കണക്ട്സ് പീപ്പിൾ വേൾഡ് വൈഡ്, പ്രൊവൈഡ്സ് ഇൻസ്റ്റന്റ് ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ, helps business grow online, offers educational content, encourage creativity and entertainment. Clear. അതേ സാധനമാണ് ഒന്നും കൂടി ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കേട്ടോ. ഡിമെറിറ്റ് ആണെങ്കിലോ പ്രൈവസി ബ്രീച്ചസിന് റിസ്ക് ആണ്, എഫക്ട് മെന്റൽ ഹെൽത്തിനെ ബാധിക്കും, ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് സൈബർ ബുള്ളിങ് ഉണ്ട്, പിന്നെ ഡിസ്ട്രാക്ഷൻസ് അല്ലേ. സി ഇവിടെ എന്തായിരുന്നു, എവിടെയാടാ, അഡിക്ഷൻ അല്ലേ.
അഡിക്ഷൻ ഉണ്ട് ആൻഡ് ഡിസ്ട്രാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ടോ. അപ്പൊ ഇത്രയും പോയിന്റ്സിന്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു ഏരിയനെ കുറിച്ച് പറഞ്ഞില്ലാന്നോ കേട്ടില്ലാന്നോ കണ്ടില്ലാന്നോ പറഞ്ഞു വെച്ചാൽ ഞാൻ ഇവിടുന്ന് ചെരക്കല്ലെടുത്തോണ്ട് എറിഞ്ഞിക്കാണ് ഞാൻ പായിപ്പിക്കും. എല്ലാവരും പിറകിലും ശ്രദ്ധിക്കണം. ഈ ഒരു ചോദ്യം 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. 100% ഉറപ്പ് എന്ന് പറഞ്ഞാണ്ട് ഞാൻ എപ്പോഴും ഇവിടെ പറയുന്ന ഒരു ക്വസ്റ്റ്യനിൽ പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. 100% ഉറപ്പുള്ളതാണ്. നിങ്ങളിത് വന്നില്ല കേട്ടില്ല കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ. ഉറപ്പ്, ക്ലിയർ. അപ്പോ ഇതൊക്കെ കറന്റ്ലി ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാട്ടോ. അവയർനെസ് ഉണ്ടോ, അവയർ ആവ്. ഇനി ഇതൊക്കെ പറഞ്ഞിക്കാണ്ട് ചിലപ്പോൾ ചോദിക്കൽ വേറെ ആയിരിക്കും. ഏത് നമ്മൾ അർജുനൊക്കെ പോയില്ലായിരുന്നോ, ഡിസാസ്റ്ററിനെ കുറിച്ചൊക്കെ ഉണ്ടാവില്ലേ, അതിനെക്കുറിച്ചും ചോദ്യം വരാം. നോ ടെൻഷൻ, എഴുതി വെക്കുക കേട്ടോ. സോഷ്യൽ മീഡിയയിലൂടെ അതിൽ ഒരുപാട് മെച്ചങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ക്യാമ്പയിൻ നടന്നു, മലയാളീസ് എന്താന്നുള്ളതൊക്കെ നമ്മൾ ലോകത്തിന് അറിയിച്ചു കൊടുത്തു അല്ലേ. അത് കാരണമാണ് നമ്മൾ അർജുനെ കണ്ടെത്താൻ പറ്റിയതൊക്കെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധിക്കണേ മക്കളെ, പഠിക്കണേ. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യണേ. മാത്രമല്ല ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ +2 ചാനലിനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം. കാര്യം നിങ്ങൾ 80 മാർക്ക് ഞാനാണ് സെക്യൂർ ആക്കി തരാനുള്ളത്. എന്റെ കൂടെ വായു, ബി വിത്ത് മീ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസ, സൈനിങ് ഓഫ്. സോ വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ.